ഹലോ ഗൈസ്, നമ്മുടെ ദേവുദ ഇന്ന് തിരിച്ചു പോവുകയാണ് ഗൈസ്. 4 ദിവസമില്ലേ ഇപ്രാവശ്യം വെക്കേഷൻ? 4 ദിവസത്തെ വെക്കേഷന് ശേഷം ഇതാ തിരിച്ചു പോവുകയാണ്. അപ്പം ദേവിൻ്റെ ചോറൊക്കെ ഞാൻ പൊതിയട്ടെ കേട്ടോ. കാര്യമായിട്ടുള്ള കറികളൊന്നുമില്ല കേട്ടോ. സാധാരണ പോലെ തന്നെ തക്കാളി വാട്ടിയെടുത്തതും പൊരിച്ച മീനും മത്തി മാത്രമേ ഉള്ളൂ. പിന്നെ ഉപ്പേരി ഉണ്ടാക്കാൻ സാധനമൊക്കെ ഉണ്ടായിരുന്നേ, ബീൻസ് ഉണ്ടായിരുന്നു, പക്ഷെ നേരമല്ലായിരുന്നേ. അതുകൊണ്ട് തന്നെ ഇന്ന് ഇതിൽ ഒപ്പിക്കാമെന്ന് പറഞ്ഞ് ഇപ്പം രാത്രിത്തേക്കുള്ള പൊതിയാണ് കേട്ടോ നമ്മളിപ്പം കെട്ടി വെക്കുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ഇവിടുന്ന് കഴിച്ചിട്ടാണ് പോവുക. ഉച്ചയ്ക്ക് സാമ്പാറൊക്കെ ഉണ്ട്, സാമ്പാറും മീൻ പൊരിച്ചതും കൂട്ടി തിന്നാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് രാത്രിത്തേക്കുള്ള പരിപാടികളാണ്. നേരം വൈകിയതിനെ കൊണ്ട് തന്നെ വേഗം പൊതിഞ്ഞ് പറഞ്ഞയക്കാം കേട്ടോ. പിന്നെ ചിലരിങ്ങനെ ചോദിക്കും, ഇവിടെ അവിടെ തന്നെയാണോ, പഠിക്കാൻ പോവലില്ലേ, വീട്ടിൽ തന്നെയാണോ എന്നൊക്കെ. അത് മക്കളുള്ളവർക്ക് മനസ്സിലാവും കേട്ടോ. ഒരു ലീവ് വന്നാൽ ഞാൻ പറയലുണ്ട് കേട്ടോ ദേവുവിനോട്, മോളിങ്ങ് പോരി എന്നൊക്കെ. നമ്മളെ വീട്ടിലെ ഫുഡൊക്കെ കഴിക്കാനും നമ്മളെ ആൾക്കാർക്ക് കാണാനൊക്കെ ഇഷ്ടമുണ്ടാവുമല്ലോ. ഞാനും സജീഷേറിനും എപ്പോഴും പറയും, ഏത് ശനിയാഴ്ച ലീവ് കിട്ടുന്നേരം മോളെ ഇങ്ങ് പോരി എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, അവനവൻ്റെ മക്കൾ ദൂരെ പഠിക്കുമ്പോൾ മനസ്സിലാവും. ചിലർ ചോദിക്കും ഇവളെന്താ വീട്ടിൽ തന്നെയാണെന്നൊക്കെ ചോദിക്കുന്ന കമൻസൊക്കെ കാണാറുണ്ട് കേട്ടോ. അപ്പം ടാറ്റയൊക്കെ പറഞ്ഞ് പോവുക കേട്ടോ. ഒരു 2 ദിവസം കഴിഞ്ഞാൽ വരിക പോലും. ഇനിയിപ്പം വരേണ്ട ചിലപ്പോൾ ഒരാഴ്ച കയ്യുണ്ടാവും. എന്തോ ഒരു വിഷമം കേട്ടോ പോകുന്നേരം. ഞാനത് എപ്പോഴും പറയലുണ്ടല്ലോ. അപ്പം അത് എനിക്ക് അറിഞ്ഞുകൂടാ മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന്. എന്നെ എടുക്കാൻ പറഞ്ഞേക്കാം, ചാർജർ എടുത്തിക്കാ, ഫോണൊക്കെ എടുത്തിക്കല്ലേ അല്ലേ? ഇന്നെ തടിച്ചു പാരലും തൊടയൊന്നും കഴിഞ്ഞില്ല കേട്ടോ. രാവിലെ തന്നെ ചോറുണ്ടാക്കാൻ നിന്ന് ചോറും കറിയെല്ലാം ഉണ്ടാക്കി, കാരണം ദേവുവിന് കൊണ്ടുപോണ്ടിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഒന്ന് പോയി കുളിച്ച്, ചൂടില്ലേ, ഭയങ്കര ചൂടാ. എല്ലാം ദേവ് പോയി മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ. എന്താ കാര്യം? എന്താ വെച്ചാല് മനസ്സിന് നമ്മളെ മുഖത്ത് തെളിയ എന്താ മനസ്സിന്റെ സന്തോഷല്ലേ. അപ്പൊ എനിക്ക് ഇപ്പൊ ഒരു മനസ്സമാധാനം കേട്ടോ. വേറൊന്നല്ല, ഞാൻ നിങ്ങളോടത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് ഈ കാര്യം. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ എനിക്ക് എത്രയും എൻ്റെ സമ്പാദ്യത്തിൻ്റെ, അതായത് നമ്മളെ തുള്ളിപ്പെറുക്കി വെക്കുന്നതാണല്ലോ സമ്പാദ്യം. അപ്പോൾ അത് പെറുക്കി വെക്കുന്ന ഈ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം എത്രയും വിശ്വാസമുള്ള ഒരാൾക്ക് ഞാനത് സഹായിച്ചിട്ടുണ്ടായിരുന്നു, കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്ത സമയത്ത് അത് തിരിച്ചു കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് കൊടുത്തത്. പിന്നെ അതിനുശേഷം അത് തിരിച്ച് കിട്ടുന്ന സമയത്തൊന്നും നമുക്ക് അത് തിരിച്ച് കിട്ടിയില്ല. പിന്നെ അത് കിട്ടൂല എന്നുള്ള രീതിയിലോട്ട് അങ്ങോട്ട് പോയി. ഒരു കൊല്ലം ഇന്ന് തരും, നാളെ കിട്ടും, ഇന്ന് കിട്ടും. പിന്നെ അതത് ചോദിക്കുന്ന പോലും ഇതില്ലാണ്ടായി, ചോദ്യത്തിന് പോലും ഒരു ഇതില്ലാണ്ടായി. പിന്നെ അതിന് ശേഷം എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ കുറച്ച് വിശ്വാസമുള്ള ആളൊക്കെയാണ് കൊണ്ട് തന്നെ ഞാൻ കുറേ അമ്പലത്തിൽ, എനിക്കറിയാലോ, എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് കാണുന്നവർക്കറിയാം, അമ്പലത്തിലായിട്ടും ഒക്കെ പോകുന്ന ഒരാളാണ്. പിന്നെ എപ്പോൾ വിചാരിക്കും എന്ന് വെച്ചാൽ നമ്മൾ എടുത്ത ഒരു സംഭവം ഇതിങ്ങനെ നഷ്ടപ്പെട്ടു പോകുക എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു സുഹൃത്ത് വഴി കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് സ്മിത വഴി ഞാൻ ആസ്ട്രോടെക് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പിനെ പറ്റി അറിഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ദൈവത്തിൽ വിശ്വസിക്കുന്ന പോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. ഈ നാട്ടിൽ നമ്മൾ ജ്യോതിഷം ഉണ്ടല്ലോ, അതെനിക്ക് നല്ല വിശ്വാസം കേട്ടോ. ഞാൻ എന്ത് പ്രശ്നം വന്നാലും, ഞാൻ മാത്രമല്ല എൻ്റെ വീട്ടിലുള്ളവരും എൻ്റെ അമ്മയൊക്കെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് പോകുന്നത്. പക്ഷെ ഞാനത് പിന്നെ അതിനെപ്പറ്റി ഞാൻ ശ്രദ്ധിച്ചില്ല, കാരണം ഈ പൈസയും കാര്യങ്ങളും അതിനൊന്നും നമ്മൾ പോകണ്ടല്ലോ എന്നുള്ളൊരു ഇതായിപ്പോയി. പക്ഷേ പിന്നെ ഞാൻ പറഞ്ഞു, ഈ സുഹൃത്ത് വഴി ഞാൻ ഇങ്ങനെ ഒരു ആപ്പിനെ പറ്റി അറിയുന്നത്. പിന്നെ ഞാൻ അതിൽ നമ്മളെ മനസ്സിൻ്റെ വിഷമം എന്ന് വെച്ചാൽ, വിഷമം മാത്രമല്ല, നമ്മൾ ഏത് സമയത്തും ഇങ്ങനെ അലട്ടുന്ന ഒരു സംഭവമല്ലേ, അത് ഞാനത് പറഞ്ഞപ്പോൾ അതിൻ്റെ പരിഹാരം അത് തുടർച്ചയായിട്ട് അത് ഞാൻ അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അവർ പറയുന്നത് എങ്ങനെ തന്നെ എന്തൊക്കെ അതിനുള്ളത് നോക്കി ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അതിനുള്ളൊരു പരിഹാരം കിട്ടിത്തുടങ്ങി. അപ്പോൾ എനിക്ക് കിട്ടിത്തുടങ്ങി ആ വിശ്വാസത്തിൽ മാത്രമാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. ആസ്ട്രോടെക് എന്ന് പറഞ്ഞ ആപ്പ് വഴി ഞാൻ കണ്ടെത്തിയ ഒരു മനസ്സമാധാനമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എന്നെപ്പോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ആസ്ട്രോടെക്കിൻ്റെ ആപ്പ് നിങ്ങൾ യൂസ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാവും. അപ്പോൾ ഈ ഫസ്റ്റ് തന്നെ ചാറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഇതിൽ ഫസ്റ്റ് ചാറ്റ് ഫ്രീ ആണ്. ചോറ് കിട്ടില്ല കേട്ടോ. ചേച്ചി പോകുന്നത് നോക്കി നിന്ന എത്ര നേരം മുടി വാർന്നൂടോ, മുടി എന്തോ ട്രെയിൻ കയറിയാ വിളിച്ചക്കാ. പോയി ചക്കാണോ ഇത്? ബീനേച്ചിൻ്റെ അടുന്ന് ഞാൻ ബീനേച്ചിനോട് പറഞ്ഞ കേട്ടോ, ചക്കയ്ക്ക് പിന്നെ തീരെ വിഷുവിന്റെ സമയത്ത് തീരെ ചക്ക തിന്നിക്കില്ല ഇപ്രാവശ്യം. പഴുക്കാനായിട്ടില്ലല്ലോ, ചെറിയൊരു മധുരമുണ്ട്.
പുഴുങ്ങാൻ പറ്റൂല ആ. ഇനി മധുരം വന്നു ചെറുതായിട്ട് പക്ഷെ നല്ല മൂത്ത ചക്ക. എന്നാ ബാക്കി അങ്ങനെ തന്നെ വെച്ചേ ചിലപ്പോൾ പഴുത്ത് കിട്ടൂലേ. പിന്നെ നമുക്ക് ഒരു പ്രാവശ്യം ഇവിടെ അടുത്തുള്ള ഒരു കമലേജ് ഉണ്ട് ഒരതിന് കൊണ്ടുതന്നെ പഴുത്ത ചക്ക അല്ലേ ആ അതെ അത് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരിക്കലും നമുക്ക് ഒറ്റ ചക്ക കിട്ടില്ല. പിന്നെ ചക്ക പുഴുങ്ങിയത് മീൻകറി ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ചക്കക്കുരുവോ? ചക്ക പുഴുങ്ങിയത് പുഴുങ്ങിയ മത്തിക്കറി. അത് അത് കിട്ടിയില്ല. അന്ന് അതിന് വേണ്ടി കൊണ്ടുവന്നാ പക്ഷെ ഇളം മധുരം വെച്ച് തുണി മടക്കി തുണിയാ കാര്യമായിട്ടുള്ള എല്ലാ പരിപാടിയും. ഒരുപാട് തുണി ഉണ്ടാവും. ഇനി അങ്ങോട്ടേക്കില്ല. ഇത് സിദ്ധുവിൻ്റെ ഇത് കുഞ്ഞുണ്ട്. ഓരോ മുറിയിലേക്കാ സെക്ഷൻ ആക്കി തിരിക്കുന്നതാ ഓരോ മുറിയിലേക്ക്. അപ്പം എല്ലാത്തെയും പോലെ തന്നെ പഠിച്ചു വാരി മടക്കി 6 മടക്കി വെച്ച് ഇനി ചോറ് തിന്നണം. അപ്പം ഇനി ബാക്കി പരിപാടിയിലേക്ക് പോട്ടെ. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് വീഡിയോ. ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ഒരുപാട് നേരം നീണ്ടുപോകും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ സീ യു.